ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ ഇന്നേ ഒരു തെങ്ങ് ഈ കാറ്റത്തൊക്കെ ചാഞ്ഞു പോയി. അപ്പോൾ ആ തെങ്ങ് വെട്ടി എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും തലയുണ്ടേ, തെങ്ങിൻ്റെ ഏറ്റവും തലഭാഗം, അതായത് ഈ നമ്മുടെ കൊച്ചൊട്ടയൊക്കെ പൊങ്ങി വരികയും തേങ്ങയുടെ ഇതൊക്കെ അവിടെ നിന്നാണ് മുളച്ച് വരികയും ചെയ്യുന്ന ഒരു തലയുടെ ഒരു ഉൾഭാഗമുണ്ട്. എൻ്റെ പേര്, ഞങ്ങളിവിടെ പറയുന്ന പേര് ഇതിന് പൊങ്ങെന്നാണ്. അപ്പോൾ ഇത് ഏറ്റവും ഉള്ളിലെ ഭാഗം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെനിക്കുകൊണ്ട് ഇതാ ഇതുപോലെ 2 കഷ്ണവും 2 ചൊട്ടയും കൂടെ കൊണ്ടു തന്നു. ചൊട്ടയെന്ന് പറയുന്നത് നല്ലതാണ്, കുറുക്കി തിന്നാൻ കേട്ടോ. തെങ്ങിൻ പൂക്കുല ലേഖ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ, കണ്ടംകുളത്തി? അതുപോലെ ചൊട്ട കഴിച്ചാൽ നടുവിനൊക്കെ നല്ല ഉരുക്ക് പോലത്തെ നടുവാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും അരിയും തേങ്ങയും ഇതും കൂടെ അരച്ച് നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുക്കുണ്ട്. അതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഇതും മാറ്റി വെച്ചു. ഇതെന്ന് പറയുന്നത് നമുക്ക് പീസാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തായിരുന്നപ്പം ഇങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് തെങ്ങ് വെട്ടിയപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, അതിൻ്റെ തല ഒന്ന് റെഡിയാക്കി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണേ. അപ്പം നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള പൊങ്ങാണ്. ഞാൻ അരിഞ്ഞിട്ടിട്ട് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് കിട്ടാൻ പോലും ഇല്ല, പക്ഷേ കിട്ടിയപ്പോൾ ഞാനങ്ങനെ വാങ്ങിച്ചു, അതാണ് കാര്യം. ഓക്കേ. അപ്പോൾ ഒരു തെങ്ങിൻ്റെ പൊങ്ങെന്ന് പറഞ്ഞാൽ അത് ഇത്രയുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഏറ്റവും നൈസായിട്ടുള്ള കുരുത്തോലയുടെ ഭാഗം ഇത് കണ്ടോ, ഏറ്റവും ഉള്ളിലുണ്ടായിരുന്ന കുരുത്തോല, അതുപോലെ അതിൻ്റെ മടലിൻ്റെ ഭാഗം ഒക്കെയാണിത്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. തെങ്ങ് എവിടെയെങ്കിലും വെട്ടിയാൽ ഇങ്ങനെ ഇതൊന്ന് പൊളിച്ചൊക്കെ എടുത്താൽ അടിപൊളി സംഭവമാണ്. അപ്പം ബായ്.